സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേതാളം പറഞ്ഞ 3 കഥകൾ കേൾക്കാം. 12, 13, 14 എന്നീ കഥകൾ. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടന്നു തുടങ്ങി. വേതാളം കഥ പറയാനും. സിംഹള രാജ്യത്തെ ചന്ദ്രകേതു എന്ന രാജാവിൻ്റെ വിശ്വസ്തനായ മന്ത്രിയായിരുന്നു പ്രതാപചന്ദ്രൻ. രാജാവിന് സർവമോഹിനി എന്നു പേരുള്ള സുന്ദരിയായ ഒരു റാണി ഉണ്ടായിരുന്നു. ക്രീഡാതൽപരനായ രാജാവ് സർവമോഹിനിയോടൊപ്പം രമിച്ചു കഴിഞ്ഞതല്ലാതെ രാജ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. എല്ലാ കാര്യങ്ങളും പ്രതാപചന്ദ്രൻ്റെ ചുമലിലായിരുന്നു. ഈ സമയം പ്രതാപചന്ദ്രൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില കൊട്ടാരൻ ജോലിക്കാർ കഥമെനഞ്ഞു. രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചടക്കാനാണ് പ്രതാപൻ്റെ ശ്രമം. അവർ പറഞ്ഞു പരത്തി. അജിരേണ നാട്ടിലെങ്ങും ഇതേ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ പടർന്നു. വാർത്ത പ്രതാപചന്ദ്രൻ്റെ കാതിലുമെത്തി. ഇത്രയും ആത്മാർത്ഥതയോടെ രാജ്യസേവനം ചെയ്തിട്ടും തനിക്ക് ഈ അവസ്ഥ വന്നു ചേർന്നല്ലോ എന്നോർത്തപ്പോൾ പ്രതാപന് മനസ്താപമുണ്ടായി. രാജ്യം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പുറപ്പെടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആരോടും മിണ്ടാതെ പ്രതാപചന്ദ്രൻ നാടുവിട്ടു. കാടും മലയും താണ്ടി യാത്ര ചെയ്തു വരവേ പ്രതാപചന്ദ്രൻ ഒരു വ്യാപാരിയെ പരിചയപ്പെട്ടു. കടൽ കടന്നു കച്ചവടം ചെയ്യുന്ന ആ വ്യാപാരി തന്നോടൊപ്പം പ്രതാപനെയും കൂട്ടി. ഒരു നാൾ ഇവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു. ഗതിമാറി സഞ്ചരിച്ച അവർ ഒടുവിൽ ഏതോ വിജനദ്വീപിൽ ചെന്നുപെട്ടു. അവിടെ മനോഹരമായൊരു ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ആൽത്തറയും ഉണ്ടായിരുന്നു. ആ തറയിൽ അതിസുന്ദരിയായ ഒരു യുവതി ആരെയോ കാത്തുമുഷിഞ്ഞതുപോലെ പാതിമയക്കത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ ഒട്ടുനേരം അവിടെ നിന്നു. കടൽ ശാന്തമായപ്പോൾ വ്യാപാരിയോടൊപ്പം പ്രതാപനും കപ്പൽ യാത്ര തുടർന്നു. സിംഹളദേശത്തിന് സമീപം അവർ എത്തിച്ചേർന്നു. താൻ ഉപേക്ഷിച്ചു പോന്ന രാജ്യം ഒരു വട്ടം കൂടി കാണണമെന്ന് പ്രതാപചന്ദ്രന് തോന്നി. വ്യാപാരിയോട് അനുവാദം വാങ്ങി അദ്ദേഹം സിംഹളദേശത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തി ചന്ദ്രകേതുവിനെ മുഖം കാണിച്ചു. പ്രതാപചന്ദ്രൻ പോയതിൽ വിഷണ്ണനായി കഴിയുകയായിരുന്നു രാജാവ്. പറയൂ പ്രതാപൻ, നിങ്ങൾ ഇത്ര കാലവും എവിടെയായിരുന്നു? രാജാവ് ആകാംക്ഷയോടെ ചോദിച്ചു. താൻ നാടുവിടാനുണ്ടായ കാരണം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. പ്രതാപചന്ദ്രനെ സംശയിക്കുകയോ? പറയൂ, ആരാണ് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്? അവർക്ക് നാം നല്ല ശിക്ഷ നൽകുന്നുണ്ട്. രാജാവ് ഗൗരവത്തോടെ പറഞ്ഞു. തനിക്ക് ആരോടും പരാതിയില്ലെന്നും അതിനാൽ ശിക്ഷ അരുതെന്നും പ്രതാപചന്ദ്രൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും ചേർന്ന് അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ താൻ ചെന്നുപെട്ട ആ വിജനദ്വീപിനെക്കുറിച്ച് പ്രതാപചന്ദ്രൻ സൂചിപ്പിച്ചു. അവിടെ കാതരഭാവത്തോടെ പാതിനിദ്രയിൽ കഴിഞ്ഞ സുന്ദരിയെപ്പറ്റി കേട്ടപ്പോൾ രാജാവിന് ആ ദ്വീപ് കാണണമെന്നായി. പ്രതാപചന്ദ്രൻ രാജാവിനെ ആ ദ്വീപിൽ കൊണ്ടുപോകാമെന്നേറ്റു. അടുത്ത ദിവസം രാജാവും ഒന്നിച്ച് പ്രതാപചന്ദ്രൻ കപ്പലിൽ കയറി ആ ദ്വീപിലെത്തി. മനോഹരമായ ക്ഷേത്രവും ആൽത്തറയും അവർ അവിടെ കണ്ടു. ആൽത്തറയിൽ ആ യുവതി അതേ അവസ്ഥയിൽ അപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രകേതു നേരെ ആൽത്തറയിലേക്ക് നടന്നു. ആ യുവതിയെ കണ്ടപാടെ രാജാവിന് അവളിൽ അനുരാഗം തോന്നി. മടിച്ചില്ല. തൻ്റെ ഇംഗീതം ആ ക്ഷണം തന്നെ അറിയിക്കുകയും ചെയ്തു. താനൊരു വ്രതത്തിലാണെന്നും കുളിയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് രാജാവിൻ്റെ മുന്നിലെത്താമെന്നും അവൾ പറഞ്ഞു. ആ യുവതി അടുത്തുള്ള പുഴയിൽ കുളിക്കാനിറങ്ങി. പെട്ടെന്ന് ഭീമാകാരമായ ഒരു മത്സ്യം അവളെ വിഴുങ്ങി. നിലവിളി കേട്ട് രാജാവ് ഓടിയെത്തി. അയാൾ തൻ്റെ കരവാളുമായി പുഴയിൽ ചാടി മത്സ്യത്തെ നേരിട്ടു. രാജാവിൻ്റെ വെട്ടേറ്റ് മത്സ്യം 2 കഷ്ണമായി. ആ യുവതി പരുക്കൊന്നുമില്ലാതെ പുറത്തു വരികയും ചെയ്തു. ഒരു ദേവകന്യകയായിരുന്നത്രേ അവൾ. സ്വന്തം പിതാവിന് ഏതോ കാര്യത്തിൽ അനിഷ്ടം തോന്നുകയും ഒരു നാൾ അവളെ ശപിക്കുകയും ചെയ്തു. വലിയൊരു മീൻ വിഴുങ്ങട്ടെ എന്നായിരുന്നു ശാപം. ഒരു രാജാവ് ആ സമയം അവളെ രക്ഷിക്കാൻ വന്നെത്തും എന്നൊരു ശാപമോക്ഷവും നൽകിയിരുന്നു. രാജാവ് ആ ദേവകന്യകയെയും പ്രതാപചന്ദ്രനെയും കൂട്ടി തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു. നാട്ടിലെത്തി ആഘോഷപൂർവ്വം
രാജാവ് ആ സുന്ദരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിറ്റേന്നു രാവിലെ രാജാവ് ഉറക്കമുണർന്നത് ഒരു ദുഃഖവാർത്ത കേട്ടുകൊണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ ജീവത്യാഗം ചെയ്തു. കഥ അവിടെ നിർത്തി വേതാളം വിക്രമാദിത്യനു നേരെ തിരിഞ്ഞു. പ്രതാപചന്ദ്രൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? വേതാളം ചോദിച്ചു. പ്രതാപചന്ദ്രന് ആ യുവതിയെ ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ അത് പുറത്തു പറയാനുള്ള സന്ദർഭമോ സാവകാശമോ അയാൾക്ക് കിട്ടിയില്ല. തൻ്റെ പ്രണയിനിയെ മറ്റൊരാൾ വിവാഹം ചെയ്തതിലുള്ള വിഷമം മൂലമാണ് പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. വിക്രമാദിത്യൻ്റെ മറുപടി വേതാളത്തെ വീണ്ടും മുരുക്കുമരത്തിലെത്തിച്ചു. വേതാളത്തെയും എടുത്തുകൊണ്ട് വിക്രമാദിത്യൻ വീണ്ടും യാത്ര തുടർന്നു. വേതാളം മറ്റൊരു കഥയുടെ ചുരുളഴിച്ചു. ഒരിക്കൽ വഴിയാത്രക്കാരനായ ഒരു ബ്രാഹ്മണൻ തകർന്നു കിടന്ന ഒരു ക്ഷേത്രസങ്കേതത്തിലെത്തി. വിശപ്പും ദാഹവും മൂലം അയാൾ ആകെ തളർന്നിരുന്നു. അവിടെ ഒരു യോഗിയെ അയാൾ കണ്ടു. പടർന്നു പന്തലിച്ച ആൽമരച്ചുവട്ടിൽ നിശ്ചേഷ്ടനായി ഇരിക്കുകയായിരുന്നു ആ യോഗി. തനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ടെന്നും പൈതാഹശാന്തിക്ക് എന്തെങ്കിലും ഉപായമുണ്ടാക്കി തരണമെന്നും ബ്രാഹ്മണൻ അപേക്ഷിച്ചു. തൊട്ടടുത്ത് ഒരു ബ്രാഹ്മണഗൃഹമുണ്ടെന്നും അവിടെ എത്തിയാൽ ആഹാരം കഴിക്കാമെന്നും യോഗി പറഞ്ഞു. ബ്രാഹ്മണൻ വേഗം യോഗി പറഞ്ഞിടത്തിലെത്തി നോക്കുമ്പോൾ കുളവും പടിപ്പുരയും നാലുകെട്ടുമായി ഒരു ഇല്ലം കണ്ടു. വേഗം തന്നെ കുളത്തിൽ കുളിച്ച് അവിടമെല്ലാം ചുറ്റി നടന്നു നോക്കി. ആരെയും കണ്ടില്ല. അയാൾ മെല്ലെ നാലുകെട്ടിനുള്ളിൽ കടന്നു. അവിടെ വാർത്ത ചോറും ചെറുപാത്രങ്ങളിൽ 4 കറികളും തയ്യാറാക്കി വച്ചിരുന്നു. ഇരിക്കാനുള്ള പലകയും മടക്കി വെച്ച ഇലയും ഓട്ടുമൊന്തയിൽ വെള്ളവും അയാൾ കണ്ടു. ആ സമയം നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നതിനാൽ കാത്തുനിന്നില്ല. സ്വയം വിളമ്പി അയാൾ വെടുപ്പായി ആഹാരം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുക കൂടി ചെയ്തിട്ടും ഗൃഹനാഥനെയോ നാഥയെയോ അവിടെ കണ്ടില്ല. ആ യോഗി തൻ്റെ മന്ത്രശക്തി മൂലം സൃഷ്ടിച്ച ഗൃഹമാണതെന്ന് ബ്രാഹ്മണന് അപ്പോഴേ മനസ്സിലായുള്ളൂ. അയാൾ വേഗം ഓടി യോഗിയുടെ സമീപമെത്തി. ആൽത്തറയിൽ യോഗി അപ്പോഴും നിശ്ചലനായി ധ്യാനത്തിൽ കഴിയുകയായിരുന്നു. അല്പം കഴിഞ്ഞ് യോഗി കണ്ണു തുറന്നപ്പോൾ തൊഴുകയുമായി നിൽക്കുന്ന ബ്രാഹ്മണനെയാണ് കണ്ടത്. എന്താ, വിശപ്പും ദാഹവും മാറിയില്ലേ? യോഗി ചോദിച്ചു. ഉവ്വ്, ബ്രാഹ്മണൻ പറഞ്ഞു. എന്നാൽ പോയിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ പോകാൻ തയ്യാറായിരുന്നില്ല ആ ബ്രാഹ്മണൻ. അയാൾക്ക് ആ മന്ത്രങ്ങൾ പഠിച്ചേ തീരൂ. വളരെ കാലത്തെ പരിശീലനം കൊണ്ട് മാത്രമേ മന്ത്രസിദ്ധി കൈവരൂ എന്നും വെറുതെ കേട്ടു പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും യോഗി പറഞ്ഞെങ്കിലും ബ്രാഹ്മണൻ വിടുന്ന മട്ട് കണ്ടില്ല. ഒടുവിൽ നിർബന്ധം സഹിക്കാതെ യോഗി ബ്രാഹ്മണന് മന്ത്രം ഉപദേശിച്ചു. അന്നു സമയം വൈകിയിരുന്നതിനാൽ ബ്രാഹ്മണൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കുളി കഴിഞ്ഞ ശേഷം ബ്രാഹ്മണൻ ആ മന്ത്രം പരീക്ഷിച്ചു. അയാൾ കണ്ണടച്ച് യോഗി പഠിപ്പിച്ച മന്ത്രം ഉരുവിട്ടു. പിന്നീട് കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ആഹാര സാധനങ്ങളെയല്ല, തൻ്റെ മകനെയാണ് അയാൾ കണ്ടത്. ഇതെന്തേ ഇങ്ങനെ സംഭവിച്ചത്? അയാൾ അത്ഭുതപ്പെട്ടു. ദൂരെ തൻ്റെ ഗൃഹത്തിൽ കഴിയുന്ന മകനെ അവിടെ കണ്ടത് വിസ്മയകരമാണല്ലോ. അയാൾ എഴുന്നേറ്റ് മകനോട് കുശലപ്രശ്നം ചെയ്യാനെത്തിയപ്പോഴേക്കും മകനെ കാണാതായി. ഭക്ഷണത്തിനു വേണ്ടി മന്ത്രം ജപിച്ചു. പക്ഷേ മുന്നിലെത്തിയത് മകൻ. എന്നാൽ മകനു സമീപം ഇത്തിരി നേരം ഇരിക്കാമെന്ന് കരുതിയപ്പോഴേക്കും ആളിനെ കാണാനുമില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ശ്രദ്ധയും ഏകാഗ്രതയും വേണം പഠനത്തിന്. പരിശീലനം കൊണ്ടേ അത് നേടാനാവൂ. ഏകാഗ്ര ചിത്തത്തോടെയാകണം മന്ത്രജപം. അതല്ലെങ്കിൽ മതിഭ്രമം ഉണ്ടാവും. കഥയിലെ ബ്രാഹ്മണന് സംഭവിച്ചത് അതാണ്. വിക്രമാദിത്യൻ്റെ മറുപടി കേട്ടപ്പോൾ വേതാളം തോളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഓടി. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെയും എടുത്ത് തോളിലിട്ടുകൊണ്ട് നടന്നു തുടങ്ങി. വേതാളം മറ്റൊരു കഥ പറയാനും തുടങ്ങി. ചന്ദ്രവദന എന്ന യുവതിയെ ശരചന്ദ്രൻ എന്ന ബ്രാഹ്മണ യുവാവ് പ്രണയിച്ചു. പക്ഷേ ചന്ദ്രവദനയെ ചാരുഹാസൻ എന്ന മറ്റൊരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു മാതാപിതാക്കളുടെ തീരുമാനം. തനിക്ക് വിവാഹം ഇപ്പോൾ വേണ്ട
എന്നു ചന്ദ്രവദന പല കുറി പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ അത് ചെവിക്കൊണ്ടില്ല. അച്ഛനമ്മമാരെ നിഷേധിച്ചുകൊണ്ട് ശരത്ചന്ദ്രനോടൊപ്പം ജീവിക്കാനുള്ള ധൈര്യം ചന്ദ്രവദനയ്ക്കുണ്ടായില്ല. പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവൾ ചാരുഹാസനെ വിവാഹം കഴിച്ചു. അതോടെ ശരത്ചന്ദ്രൻ്റെ അവസ്ഥ പരിതാപകരമായി. അയാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചന്ദ്രവദനയെ ഓർത്ത് കരഞ്ഞു. അനുദിനം അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി. ഒടുവിൽ ഒരു നാൾ അയാൾ മരിച്ചു. ചന്ദ്രവദനയുടെ സ്ഥിതിയും മെച്ചമായിരുന്നില്ല. വിവാഹിതയായെങ്കിലും ശരത്ചന്ദ്രനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നാട്ടിൽ നിന്നെത്തിയ കൂട്ടുകാരികൾ ശരത്ചന്ദ്രൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ സങ്കടം സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു. ചന്ദ്രവദനയുടെ മരണം ചാരുഹാസനെ വല്ലാതെ ഉലച്ചു. അയാൾ അതിനുശേഷം ആരോടും മിണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾക്കകം ദുഃഖം സഹിക്കവയ്യാതെ അയാളും ജീവത്യാഗം ചെയ്തു. ഈ 3 മരണങ്ങളിൽ ഏതു മരണമാണ് കൂടുതൽ ശോകകാരണമാകുന്നത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ചന്ദ്രവദനയും ശരത്ചന്ദ്രനും പ്രണയബദ്ധരായിരുന്നു. ചന്ദ്രവദനയുടെ വിവാഹശേഷം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിനാൽ അവർ മരണത്തെ പുൽകി. എന്നാൽ ഭാര്യയുടെ മനസ്സിലുള്ളത് എന്തെന്നറിയാതെ അവളെ സ്നേഹിച്ച ആ ഭർത്താവിൻ്റെ മരണമാണ് നമ്മെ വളരെയേറെ ഉലയ്ക്കുന്നത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. അത് കേട്ടപാടെ വേതാളം തൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തി നേടി മുരിക്കുമരത്തിലേക്ക് പാഞ്ഞു.